അഞ്ചാറ് പെണ്ണിൻ കൊഞ്ചൽ കേൾക്കണം. പൂച്ച 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 പെണ്ണെ പുലിയാണു ഞാൻ, നിന്നെ എലിയാക്കും ഞാൻ, കളിവില്ലൊന്നുണ്ടാക്കും ഞാൻ. കല്യാണി രാഗത്തിൽ കില്ലാന പാടുവാൻ കല്യാണം ചെയ്തിടും ഞാൻ. അതിൻ്റെ എല്ലൂരും കില്ലാടി ഞാൻ. കലക്കിയല്ലോ, ഡാൻസും കൊള്ളാം. ആ ഇതിനി കണ്ടിന്യൂ ചെയ്തോളൂ. പയ്യൻസ് അത് ശരി, എന്നെ എലിയാക്കുന്നു പാടിയില്ലേ? അയ്യോ അതെ കാണിച്ചില്ലേ? അല്ല, ഞാൻ ആരി ചേച്ചിനെ കാണിച്ചു. ആണാ? ക്യാപ്റ്റനെ അങ്ങനെ കാണിക്കാമോ? ക്യാപ്റ്റന് നമ്മുടെ ക്യാപ്റ്റനാണ്, നമ്മുടെ ക്യാപ്റ്റൻ, നമ്മുടെ മാത്രം ക്യാപ്റ്റൻ. ഇരുന്നോ ഒന്നുമില്ല കുഴപ്പമില്ല. കൂൾ ഡൗൺ MJ സർ, ഇറ്റ്സ് ഓക്കെ, ഞാൻ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, പേടിക്കണ്ട കേട്ടോ, ഞാനുണ്ട്. നമ്മുടെ ക്യാപ്റ്റനെ പിന്നെയും പറഞ്ഞാലോ, എന്താ മങ്കി ആണെന്നൊക്കെ പറഞ്ഞാലോ, എന്തൊക്കെയോ വിളിച്ചെന്നെ ചീത്ത. എല്ലൂരി എടുക്കുന്നൊക്കെ പറഞ്ഞില്ലേ? എന്നെ തുരുമ്പേന്നൊക്കെ വിളിച്ചു. സ്നേഹം കണ്ടല്ലേ? ആണോടാ? സ്നേഹം ഉള്ളപ്പോ മങ്കാണടി, അതെ, സ്വഭാവമാടി, കാര്യരുമ്പിൻ തുരുമ്പേ. കാര്യം ഇതൊക്കെ സത്യമാണെങ്കിലും ഇങ്ങനെയൊക്കെ പറയാമോ? അത് പച്ചക്ക് ഇങ്ങനെ ഒരു ഷോയില് വന്നിട്ട് ഇത്രയും പേര് കാണുമ്പോ ഇങ്ങനെയൊക്കെ പറയാമോ? ഗംഭീരടാ, താങ്ക് യു, അടിച്ച് പൊളിച്ച്. താങ്ക് യു. ആഹാ, തില്ലാന സംഗതി ഇങ്ങനെ കല്യാണി രാഗത്തിൽ തില്ലാന പാടുവാൻ. അത് 6 പ്രാവശ്യം അതുപോലെ പാടണം. തില്ലാന പാടുവാൻ 1 2 3 4. 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 തില്ലാന പാടുവാൻ. താങ്ക് യു, മിടുമിടുക്കൻ. താങ്ക് യു. അത് ഗംഭീരായി. പിന്നെ മൂളടിയില്ലേ, മൂള ഡിയിലൊരു ഫാൾസെറ്റ് ഉണ്ട്. അത് കലക്കി. താങ്ക് യു. രണ്ടും അടിപൊളിയായിരുന്നു. യൂസ് ഓഫ് ദ ഫാൾസെറ്റ്. എന്റെ അമ്മ അവനെ അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് കീച്ചി കളഞ്ഞു. താങ്ക് യു. പയ്യൻസ് വേറൊരാളായി മാറി കേട്ടോ, വേറെ സീനായി. പിന്നെ പാടുമ്പോ നിക്കുന്ന സ്റ്റൈല് കണ്ടില്ലായിരുന്നു ചില സമയത്ത് ഇങ്ങനെ അടിക്കാൻ വന്ന പോലെ. ആ നൃത്തം, ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ പാട്ടിന് കറക്റ്റ്. രസമായിരുന്നു സാമുട്ട, അടിപൊളി. എന്താ എനർജി എന്നറിയോ? ആ എനർജിയുടെ ഇടയിലും പാടേണ്ട കാര്യങ്ങൾ അതുപോലെ നല്ല വൃത്തിക്ക് പാടി വെച്ചിട്ടുണ്ട്. മിടുക്കൻ, മിടുക്കൻ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മിസ്റ്റർ സാംസങ് സോണി. സാം പയ്യൻസ്, സ്ഥലത്തെ പ്രധാനപ്പെട്ട പയ്യൻ. ഓക്കെ, കൊള്ളാം, അടിപൊളിയായിട്ട് പാടി. എനിക്ക് എന്തോന്നോ എന്തോ പറഞ്ഞങ്ങ് പോയി ആണല്ലേ. അപ്പൊ എനിക്ക് ആദ്യം ഒരു അവസാനം വരെ വളരെ മനോഹരമായിട്ട് പാടി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, കൊള്ളാം, ആ ആറ്റിറ്റ്യൂഡൊക്കെ കൊള്ളാം. മുണ്ട് മടക്കി കുത്തിയതും കൊള്ളാം. മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്. താങ്ക് യു.
പുതിയ എന്തെങ്കിലും വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ട് ഉണ്ട് ഉണ്ട്. എന്താണ്? എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഏറ്റവും കുഞ്ഞനിയത്തിയും അനിയത്തിന്റെ ഭർത്താവും വന്നിട്ടുണ്ട്. അവര് വന്നിട്ടുണ്ടോ? ആ, എന്റെ അങ്കിളും ആന്റിയും. ഓ ഹായ്. നമസ്കാരം. ഹായ് ഹായ്. അങ്കിളുടെ പേര് സണ്ണി. സണ്ണി അങ്കിൾ. സണ്ണി. സണ്ണി അങ്കിൾ. ആന്റിയുടെ പേര് കുട്ടിയമ്മ. കുട്ടിയമ്മ. തന്നെയാണ്. ഇവർക്ക് രണ്ടുപേർക്കും നിങ്ങളെ ജഡ്ജസിനെയും മീനാക്ഷി ചേച്ചിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആണല്ലേ? ടോപ് സിംഗർ ഒക്കെ എന്നും കാണും. ഞങ്ങൾക്കും ഇഷ്ടമാട്ടോ. സാം കുട്ട എന്തോ എത്ര മാർക്ക് വേണം? ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കണം. എന്താ? കുട്ടിയമ്മ വന്നിട്ടുണ്ട്, അങ്കിള് വന്നിട്ടുണ്ട്. അങ്കിള് നല്ലൊരു വന്നിട്ടുണ്ട്. ദിവസം. ഭാഗ്യരത്നങ്ങളാണ് വന്നിരിക്കുന്നത്. ആന്റിയും സണ്ണി അങ്കിളും വന്നതുകൊണ്ട് അതെ. ഇന്ന് ലക്കി ഡേ ആണോ? ഇന്ന് എന്ത് സംഭവിക്കും? സണ്ണി അങ്കിൾ എന്ത് സംഭവിക്കും? Can give full mark. ഒരു സംശയമില്ല. You can give full mark. You can give full mark. You should. സണ്ണി അങ്കിളുടെ സ്നേഹത്തിന്റെ പാലാഴി ഒഴുകി. അതെ. Yes. അപ്പത്തേക്കും സണ്ണി അങ്കിൾ പറഞ്ഞത് ശരിയാണോ? എന്നാ സംഖ്യ സണ്ണിയങ്ങളോട് ഉറക്കെ അനൗൺസ് ചെയ്യാൻ പറയും. അത് കുറച്ചുകൂടെ ഉറക്കെ ഒന്ന് അനൗൺസ് ചെയ്യാമോ? You are getting 100 out of 100. ഒരു മധുരമഴ. Congrats, ആൺകുട്ടാ. ആ മുട്ടാനടി മുന്തിരിയെ മുരളാനടി മാക്കിരിയെ മുക്കുമണ്ടത്തിൽ മുങ്ങാതെ சொல்லிடு എമ്മാടി നീ അതിൻ തെളിവാണോ ഞാൻ തെമ്മാങ്കു പാടുന്ന തെരക്കൊയി നീ കോപം വന്നാൽ കൊറേ നാൾ കൂടി 100 കിട്ടുന്നേ. ആണല്ലേ? സന്തോഷമുണ്ട്. മിടുക്കൻ. വെരി നൈസ്, വെരി നൈസ്. മിടുക്കൻ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എം ജെ അങ്കിൾ, ചിലരുടെ ലൈഫില് ചില ആൾക്കാർ വളരെ പ്രഷ്യസ് ആയിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു സ്ഥാനം അവിടെ ഒഴിച്ചിട്ടിരിക്കും. അങ്ങനെ എം ജെ അങ്കിളിന് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള, അങ്ങനെ സെപ്പറേറ്റ് മനസ്സിലൊരു ഇടമുള്ള ഒരാൾ ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ ഫുൾ നമ്മളോടൊപ്പം ഉണ്ടാവും. ആരാണത്? ഞാനിപ്പോ ഈ സീറ്റിലിരിക്കുന്നല്ലേ, അതെ. എല്ലാവരും ലോകം മൊത്തം എന്നെ ഒരു സംഗീത സംവിധായകനായിട്ട് അറിയുന്നില്ലേ? അതിനൊക്കെ കാരണം ആകുന്ന കുറച്ച് പേരുണ്ട്. അതില് എന്റെ ഇവിടെ വച്ചിരിക്കുന്ന ആളാണ് രാകേഷ്. വെൽക്കം. ശരിക്കും ഞാൻ രാകേഷ് ജിയെ ചേട്ടൻ എന്ന് വിളിക്കണം. കാരണം ഞാൻ പ്രീ ഡിഗ്രിക്ക് ഇവാനിയസിൽ ചേരുമ്പോഴത്തേക്കും അദ്ദേഹം 3rd ഇയർ ഡിഗ്രി ആയിരുന്നു. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട് നമ്മൾ. പക്ഷേ ഒന്നായിട്ട് എത്രയോ വർഷങ്ങൾ രാകേഷ് ജി പാടുന്ന ഗാനമേളകളിൽ എനിക്കും പാടാനൊരു അവസരം കിട്ടിയിരുന്ന ഒരു സമയമുണ്ട്. നമ്മൾ ഒന്നിച്ച് നമ്മൾ പാടണമെന്ന് ആഗ്രഹിച്ച സമയങ്ങളുണ്ട്. എത്രയോ പാട്ടുകൾ രാകേഷ് ജിയുടെ കൊച്ചു റൂമിൽ, ആ വീട്ടിലെ കൊച്ചു റൂമിൽ ഇരുന്ന് എന്നെ കേൾപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ദാസാറിൻ്റെ ഒരു വലിയൊരു ആരാധകനാണ്. അപ്പോൾ മിക്കവാറും ദാസാറിൻ്റെ പാട്ടുകളായിരിക്കും ഹിന്ദിയും തമിഴും മലയാളവും പല ലാംഗ്വേജസിലുള്ള സോങ്സ് ആയിരിക്കും. ഇതൊക്കെ കേൾപ്പിച്ചിട്ട് ശരിക്കും എന്നെ ഇൻസ്പയർ ചെയ്യാണ് ഒരു മ്യൂസിക് കമ്പോസർ ആവാനായിട്ട്, അവിടെ കോയറിൽ കണ്ടക്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ ഇതിലോട്ട് ഈ സംഗീത സംവിധാന രംഗത്തോട്ട് വരാനായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ കാരണമാണ് അത്. രാകേഷ് ജി പോലും അറിയാതെ അദ്ദേഹം അങ്ങനെയാണ് എന്നെ കൊണ്ടുവന്നതെന്ന് ഞാൻ പറയണേ. ഇത്രയും വർഷം ഞാൻ പിന്നിലോട്ട് നോക്കുമ്പോഴത്തേക്കും അത് തീർച്ചയാണ്, അത് സംശയമില്ല. അപ്പോൾ ഒരു സുഹൃത്ത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രഷ്യസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് പലപ്പോഴും രാകേഷ് ജിയെ പോലെ എൻ്റെ ജീവിതത്തിൽ വന്ന അത്തരം ആൾക്കാരാണ്. അപ്പോൾ രാകേഷ് ജി വെൽക്കം 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 വെൽക്കം. ഒരുപാട് വർഷം ബഹ്റൈനിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായിട്ടുള്ളൂ. കാരണം ഒരു ജീവിതത്തിൻ്റെ മേജർ പാർട്ട് ബഹ്റൈനിലായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ പിന്നെയും സംഗീതമായിട്ട് കൂടി. നമ്മൾ ബഹ്റൈനിൽ പ്രോഗ്രാം ഞാൻ ചെയ്തപ്പോൾ മധു, അവിടെ വെച്ചിട്ട് ഞാൻ ഇതുപോലെ രാകേഷ് ജി ആയിട്ട് ഒന്നിച്ച് പാടാനായിട്ടുള്ള അവസരമുണ്ട്. അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. പിന്നെ നമ്മൾ MBS സ്ക്വയറിൽ വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്നത്, രാകേഷ് ജി, ഞാൻ, MBS സ്ക്വയർ, അവിടെ 2 പേർ പാടാനായിട്ട് വരുന്നു. ഒന്ന് രേഖ, പിന്നെ പ്രിയ. ഞാൻ പ്രിയെ പ്രണയിക്കുന്നു, രാകേഷ് ജി രേഖയെ പ്രണയിക്കുന്നു. എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് സാറിന്റെ അടുത്ത് കേട്ടോ. രാജ് സർ, ഈ പ്രേമത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇതാ ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ച കാര്യം ഇതാ. എന്തായിരിക്കും ഈ MJ സാർ ഇങ്ങനെ ആലോചിക്കുന്നത്? ഞാൻ പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. ചില പ്രണയ ഗാനങ്ങളൊക്കെ വരുമ്പോ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. ഒരു കാര്യം ക്യാപ്റ്റൻ ഇടപെടരുത്. ഒറ്റ സെക്കൻഡ്, ഞാൻ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകേണ്ട ആളാണ്. അല്ല, ഭയങ്കര ആലോചന കേട്ടോ. ഒരു സുഹൃത്ത് എന്ന നിലയിൽ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് വലിയ പിടിയൊന്നുമില്ല ഇപ്പൊ. ഓഹോ, അങ്ങനെയാണല്ലേ. എന്തെന്നും ഏതെന്നും ആർക്കറിയാം.
അപ്പൊ എന്തായാലും രാകേഷ് സാർ നന്നായിട്ട് പാടുന്നു പറഞ്ഞല്ലോ. നന്നായിട്ട് ഞങ്ങൾക്ക് പാടുന്ന പറഞ്ഞാൽ വേണ്ടി- ഡബിൾ ബേസ് എന്നാണ് നമ്മൾ വിളിക്കാറ്. എന്നെ പോലെ കാരണം ഭയങ്കര ബേസാണ്. നമ്മൾ ബേസ് സെക്ഷനിലാണ് പാടിയത്. pitch. ആ അവിടെ ഒരൊറ്റ ആളുടെ ശബ്ദം മതിയായിരുന്നു. ആഹാ. രാകേഷിയുടെ ശബ്ദം മാത്രം മതിയായിരുന്നു. ആഹാ. നമ്മളൊക്കെ കൂടെ പാട്ട് ശരി. അപ്പൊ ഞങ്ങൾക്ക് കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ആ ഡബിൾ ബേസ് ശബ്ദം. അതെ, ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരാം. ഷുവർ. വെണ്ണിലവ് കണ്ണ് വച്ച വെണ്ണക്കൂടമേ, വെള്ളി വെയിലുമ്മ വച്ച പാദസരമേ, എന്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ, മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണിയേ, മിന്നാമിന്നിപ്പൊട്ടും തൊട്ട് കണ്ണാൻ തുമ്പി കണ്ണും നട്ട് പുന്നരം പറയേണ്ടേ കണ്ണീറയേ, വെണ്ണിലവ് കണ്ണ് വച്ച വെണ്ണക്കൂടമേ, വെള്ളി വെയിലുമ്മ വച്ച പാദസരമേ, എന്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ, മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണിയേ. സൂപ്പർ സൂപ്പർ. എനിക്കൊരു വോയിസ്, ഉഗ്രം വോയിസ്. വോയിസ് എനിക്കൊരു Thank you, thank അച്ഛൻ you. കുറേ പാടുന്നത് കേൾക്കാം ഇങ്ങനെ, അതങ്ങനെ ഫീൽ ചെയ്യുക എനിക്ക്. കുറേ കാലമായി ഐ ക്യാൻ ഫീൽ എ ഫാദർ. പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് അതിൻ്റെതായ കുറവുകളുണ്ട്. സോറി. അപ്പൊ രാകേഷ് ദാസേട്ടന്റെ പാട്ടുകളാണ് കൂടുതലും കുട്ടൻചേട്ടനെ കേൾപ്പിച്ചതെന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ പാടിയപ്പോ ജയേട്ടന്റെ പോലെ തോന്നി എനിക്ക്. എന്തായാലും രാകേഷ് ചേട്ടനെ നമ്മൾ കണ്ടിട്ടുണ്ട് ബഹ്റിനിൽ വെച്ച് അല്ലേ. അത് കൂടാതെ ഈ ടോപ്പ് സിംഗർ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രേക്ഷകനാണ് രാകേഷ് ചേട്ടൻ അല്ലേ. അപ്പൊ നമുക്കും ഒത്തിരി സന്തോഷം സാർ ഇത്രയും ടോപ്പ് സിംഗറിനെ ഇഷ്ടപ്പെട്ട് ഇന്നിവിടെ എല്ലാരും നേരിട്ട് കാണാൻ വന്നതില്. എം ജെ ഞങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാരും ഞങ്ങൾക്കും ഭയങ്കര സ്പെഷ്യലാ. അപ്പോ കൊറേ കഥകളൊക്കെ ഞങ്ങക്ക് പറഞ്ഞു തരണം കോളേജ് സമയത്തുള്ള. ബിഹൈൻഡ് ദ ക്യാമറ. മതി, നിർബന്ധമൊന്നുമില്ല, അങ്ങനെ മതി. അതെ, അപ്പൊ എന്നായാലും വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നിവിടെ നേരിട്ടിരുന്ന് നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ കേൾക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ പാട്ട് മച്ച്. കേൾക്കുന്നതിൽ എനിക്കും വളരെ സന്തോഷം, നേരിട്ട് കേൾക്കാൻ പറ്റുന്നതിൽ. താങ്ക് യു. താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്തൊരു പെർഫോമൻസിലേക്ക് പോയാലോ? അതെ. Yes, വിളിച്ചോ. Yes. റിജ്വൽ കുട്ടനാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം റിജ്വൽ കൃഷ്ണ ഓൺ സ്റ്റേജ്. ഹായ് തൊപ്പിക്കാരാ. അപ്പുകുട്ട തൊപ്പിക്കാരാ. ഇത് എവിടത്തുകാരനായി വരണേ? ഹായ് കുഞ്ചു ബേബി. എവിടെയുള്ള ആളാ ഇത്? അപ്പുകുട്ടനാണോ? മുംബൈ നിന്നാണോ? സിനിമയിൽ നോക്കുമ്പോ ജയറാമംഗിള്. ജയറാമംഗിളാണ്. ഓ ആ. ഓക്കെ. മുംബൈ നിന്നാണോ വരുന്നേ? അതാണ് മുംബൈ സേ ആയ മേര ദോസ്ത്. മേരാ ദോസ്ത്. ഇന്നത്തെ പാട്ട് ഓ മുംബൈ. ഓ മുംബൈ. മേരി ഓ പ്യാരി മേരി മുംബൈ. പ്യാരി മുംബൈ. പ്യാരി മുംബൈ. ഓക്കെ. നമുക്ക് ഈ രാപ്പാട്ടായി പറക്കാം. ഓക്കെ. ओ मुंबई ओ मेरी प्यारी मुंबई, ओ मुंबई ओ मेरी प्यारी मुंबई, കിനാക്കൾ മിന്നി മറയും നിലാവിൻ നീലഗിരിയിൽ നമുക്കിരാ പാട്ടായി പറക്കാം.
ചുരു മുടി കുടഞ്ഞലതല്ലി ചിരിക്കുന്ന തീരാരാവിൻ മിന്നാട്ടം മണിച്ചില്ല വിളക്കുകൾ തിരികട്ടി ചിതറുന്ന മഞ്ഞിൽ മായ വെട്ടം ഇരുചുരു മുടി കുടഞ്ഞലതല്ലി ചിരിക്കുന്ന തീരാരാവിൻ നാട്ടം കൂടാരം തിരഞ്ഞും മഴനിത തെരുവിലെ വഴിവക്കിലല്ലേ തിരക്കിന്റെ കുരുക്കഴി ചലയുന്നുമല്ലേ കനവിന്റെ കരിമട പുതപ്പഴിച്ചാടടി സാരിമറിയുമ്പോ മാമനി പാനിസ ഓ മുംബൈ ഓ മേരി പ്യാരി മുംബൈ ഓ മുംബൈ ഓ മേരി പ്യാരി മുംബൈ छोड़ो कराए छोड़ो ना പലവഴി പറന്നിട്ട് പരദേശി പറവകെ പാടാൻ നോവിൻ സംഗീതം മനസ്സിലെ കുലുസുകൾ മയക്കുന്ന ഗസലുകൾ ആരോ മൂളും ബാസുരികൾ പലവഴി പറന്നിട്ട് പരദേശി പറവകെ പാടാൻ നോവിൻ സംഗീതം മനസ്സിലെ കുലുസുകൾ മയക്കുന്ന ഗസലുകൾ മൂളും ബാസുരികൾ ഇനിയും ഈ നഗരത്തിൽ കറങ്ങുന്ന കാറ്റും വിശക്കുന്ന വയറിന്റെ പഴമൊഴിപ്പാട്ടും തണുപ്പിന്റെ തബലയിൽ വിരതട്ടിപ്പാട് തക്കത്തരികൾ തലങ്കുതരികിടന്നു ഓ മുംബൈ ഓ മേരി പ്യാരി മുംബൈ ഓ മുംബൈ ഓ മേരി പ്യാരി മുംബൈ നിന്നി മറയും നിലാവിൻ നീലഗരയിൽ നമുക്കിരാ പാട്ടായി പറക്കാം വെരി നൈസ്. എന്തുവായിരുന്നു സുഭാഷ്? താങ്ക് യു. നമ്മുടെ ഉജ്ജ്വലന്റെ ഒരു വ്യത്യസ്തമായ ഒരു അവതരണമാണ് ഈ പാട്ടിന് വരണേ. ഇടയ്ക്കൊരു കൊറിയോഗ്രഫി ഉണ്ടായിരുന്നല്ലോ. അതെ, അതിലെ ആദ്യത്തെ കൊറിയോഗ്രഫി എനിക്ക് മനസ്സിലായില്ല. അത് അതെന്തായിരുന്നു എന്തൊരു സംഭവം. ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ആദ്യത്തെ സ്റ്റെപ്പ് ഈ സാധനം ഓ അത് ശരി, അതാണ്. ഇതാണ് റോബോട്ട്. അത് ഓക്കേ, ഓക്കേ. ആ. പക്ഷെ എനിക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ഭയങ്കര ഇഷ്ടം. തൊപ്പി വരുന്നതോ? തൊപ്പി ഊരിയതിനു ശേഷം ഒരു കാല് ഇങ്ങനെ വെച്ചിട്ട് ഒരു സാധനം ഒന്നുകൂടെ അതെങ്ങനെയാണ്? കാണിച്ചു തൊപ്പി ഊരിയതിനു ശേഷം യെസ്. സ്പെഷ്യൽ അതെ അതെ സാധനങ്ങൾ അതെ അതെ അതെ. അവിടെ കറക്റ്റ് ആയിട്ട് റിജ്വൽ ദ ഉജ്ജ്വൽ വന്നു. താങ്ക് യു. യെസ്. അവിടെയാണ് വന്നത്. താങ്ക് യു. പിന്നെ ഒരു സാരിമരി ഇമ്മ മാപ്പനി അതെങ്ങനെ? അതെങ്ങനെ? സാരി മറിയുമ്പോ മാപ്പനി പാനിരി ഓ ആ ഇപ്പൊ കിട്ടി. അതെ. അപ്പൊ കിട്ടിയിരുന്നില്ല. പിന്നെ ഇടയ്ക്ക് വേറെ തത്തിത്തളാങ്ക്, അതെന്താണ്? തക്കത്തരികിട തലങ്കുതരികിടതു ആ ആ തക്കത്തരികിട തളാങ്ക് തരികിടത്തോ അല്ലെ? തത്തത്തരികിടയാണ്. തത്തത്തരികിട തക്കത്തരികിട തത്തത്തരികിട ആയിരിക്കും. ആയിരിക്കുള്ളൂ. ആ തരികിടക്കാണ് നല്ല തരികിടയുടെ പേര് കിട്ടുന്നത്. പിന്നെ 2 സ്ഥലത്ത് ഗ്ലൂം വന്നല്ലോ. അതെ, 2 ഗ്ലൂംസ്. ആ ഇന്ന് ഗ്ലൂം കുട്ടി ആരാണ്? ഞാൻ സാരല്ലേടെ, അങ്ങനെ വരും. ഈ പാട്ടിൽ എന്തൊക്കെ ഓർത്ത് വെക്കാനുണ്ട്, എന്തൊക്കെ സംഭവമാണ്. ആകെ ഒരു റിജ്വലിനല്ലേ ഉള്ളു ഇത് പാടാൻ. മറ്റാരും കൂടെ പാടാനില്ലല്ലോ. ഞാൻ പാടി ആദ്യം സ പപ്പനി നി സ സ പപ്പനി വലിയ നി സ സ. അവിടെ ഒരു പനി, അതെങ്ങനെയാണ്? പപ്പനി നി സ സ പപ്പനി നി സ സ സ പപ്പനി നി സ. പപ്പനി നി സ സ പപ്പനി നി സ സ പപ്പനി നി സ. ആ പനി നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. തിരിയൊക്കെ പനി നല്ലതാ. പിന്നെ അതെ അതെ മണിച്ചില്ലു വിളക്കുകൾ തിരികത്തി ചിതറുന്ന മഞ്ഞിൽ മായാത്തുവേട്ടം ഇരുൾ ചുരുൾ മൂടിക്കൂടെ ഞരതല്ലി ചിരിക്കുന്ന തീരാരാവിൽ മിന്നാട്ടം കൂടാരം തിരഞ്ഞും ചേക്കേറാൻ മറന്നും
മഴനിരത്തെരുവില് വഴിവക്കിലല്ലേ തിരക്കിന്റെ കുരു കഴിച്ചലയുന്നുമില്ലേ കനവിന്റെ കരിമ്പട പുതപ്പഴിച്ചാഴടി സരിമരിമ്പോ അവന് പനിര് യെസ്. അപ്പൊ ഇത്ര ഡിഫിക്കൾട്ട് ആണ് റിജ്വൽ കുട്ട. പക്ഷെ കുറേ ഭാഗങ്ങൾ നല്ല രസമായിട്ട് പാടി വന്നു. പിന്നെ എനിക്ക് ആ സ്വരമൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് പല ഭാഗങ്ങളും നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട് കുറേ ഭാഗങ്ങൾ. അപ്പൊ അതൊക്കെ നല്ല രസമുണ്ട്. എനിക്ക് മൊത്തത്തിൽ റിജ്വൽ കുട്ടിന് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉള്ള പോലെ തോന്നി. അപ്പൊ റിജ്വൽ കുട്ടൻ ഇങ്ങനത്തെ പാട്ടുകളും പറ്റുന്നുള്ള കാര്യമൊക്കെ തെളിയിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ. എന്തായാലും കലക്കി, എന്തായാലും നന്നായി ശ്രമിച്ചു, നന്നായിട്ട്. മിടുകൻ. ഉജ്ജ്വലൻ. ഉജ്ജ്വലൻ ആരാ? ഉജ്ജ്വലൻ. യെസ്. ഓക്കെ, വെരി ഗുഡ്. മാർക്ക്, ഉജ്ജ്വലമായ മാർക്ക് കിട്ടുമോ നോക്കാം. Your score is 98.5 out of 100. എന്താ ഒരു അത്ഭുതം അതെ, 98 ഒക്കെ വളരെ ഇഷ്ടപ്പെട്ട മാർക്ക്. ആണല്ലേ? എനിക്ക് ഇഷ്ടമുള്ള മാർക്കുകളാണ്. ഇഷ്ടപ്പെട്ട മാർക്കാണ്. പെട്ടെന്നൊരു അത്ഭുതത്തെ അമ്മയെ നോക്കണം. അത് കണ്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മാർക്ക്. Yes. അതെന്താണ് 98 ഇത്ര ഇഷ്ടം? ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. ഇതുവരെ കിട്ടിയിട്ടില്ലേ? 100 ഒക്കെ കിട്ടിയല്ലേ നമുക്ക്? 100 കിട്ടിയിട്ടില്ലേ? അല്ല, 98 അവന് കിട്ടിയിട്ടില്ല. 98.5 ഇതുവരെ കിട്ടാത്ത മാർക്കാണ്. അങ്ങനെ ഒരു വെറൈറ്റി അല്ലേ? എല്ലാ മാർക്കും എക്സ്പ്ലോർ ചെയ്യണം, മനസ്സിലായോ? മിടുക്കൻ. ഇനി 100 പിന്നെയും മേടിക്കണം. പക്ഷെ ഓക്കെ, എന്നിട്ട് ഇനി അതിന്റെ മുകളിലേക്ക് പോയാൽ മതി. ഓക്കെ, അരിയേച്ചി, ഓ, ഇനി വരാൻ പോകുന്നത് ഒരു ലിറ്റിൽ ഏഞ്ചലാണ്. ആഹാ. യെസ്, വാസുകി കുട്ടിയാണ് വരുന്നത്. നാഗരാജാവോ? ലെറ്റ്സ് വെൽക്കം വാസുകി ഓൺ സ്റ്റേജ്. പല്ല് പോയോ? അയ്യോ, സർപ്രൈസ്. ഹായ് വാസുകി കുട്ടി. പല്ലെങ്ങനെ പോയെന്നറിയോ? എങ്ങനെ സംഭവിച്ചത്? എന്റെ അമ്മാവൻ മൾട്ടിപ്ലിക്കേഷൻ ചോദിക്കുമ്പോ കുറച്ച് 3ന്റെ ടേബിള് ചോദിക്കായിരുന്നു. അപ്പൊ ഞാൻ സ്കൂളിൽ എപ്പോഴും എണ്ണി നോക്കിയിട്ട് 3ന്റെ ടേബിള് ചെയ്യാ. പക്ഷെ എണ്ണി നോക്കാനും സമ്മതിക്കുന്നില്ല, ആലോചിക്കാനും സമ്മതിക്കുന്നില്ല. കൈ പോക്കാൻ പറഞ്ഞു. കൈ പോക്കാൻ നിന്നപ്പോ കൈ തട്ടി. അപ്പൊ ഇത്ര കോംപ്ലിക്കേറ്റഡ്. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇവിടുത്തെ ആയിരുന്നു കൂടുതലുള്ള കണ, പക്ഷെ ഇവിടുത്തെയാണ് പോയത്. ഇളകിയ പല്ലല്ല പോയത്. ഇവിടെയായിരുന്നു ചെറിയ ആൾക്കാം. പിന്നെ അമ്മ പറഞ്ഞു ഇവിടുത്തെ കൂടി പറിക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പറിച്ചു. ഈ പല്ല് പോയാ വരുവോ തിരിച്ച്? ഇവിടുത്തെ വരൂല, ഇവിടുത്തെ വരും. ഇവിടുത്തെ വരില്ലേ? ഇവിടുത്തെ ഒരെണ്ണം പോയതാ, പിന്നെ ഒന്നും കൂടി പറിച്ചതാ. 2 പ്രാവശ്യം പഴിച്ചോ? അതെന്തിനാ കുഞ്ഞ് 2 തവണ പറിച്ചത്? ഒരു വിസിലടിക്കാൻ ഒന്നില്ല, വെറുതെ. ആണോ ചേച്ചി? ഇവിടുത്തെ ആണോ 2 വട്ടം പറിച്ചോ? ആദ്യം ഒരെണ്ണം പോയിരുന്നു, ഇപ്പൊ ഇത് ആദ്യം നല്ലോണം ഇവിടുത്തെ ഇളകി, പോയത്. അപ്പൊ അത് തന്നെ പോയി. അപ്പൊ 2 മൊത്തം എത്ര പല്ലുണ്ട്? മൊത്തം എണ്ണുവാ 3ന്റെ അവൾ ടേബിൾസ്. അകത്തെ കൈയിട്ടു. എണ്ണി നോക്കുക. തൊട്ട് എത്രയുണ്ട്? 4, 4, 5, 6, 10, പറഞ്ഞോ കുഴപ്പമില്ല. ഇത്ര മതി. 15, 16, 22, 43. ആ 30. കൈ മൊത്തം എവിടെയൊക്കെ തൊട്ടതായി കൈ. ഇതാ കണ്ടുപിടിച്ചു. 32 പല്ലിൽ 2 പല്ല് പോയി. 30 പല്ലേ ഇപ്പൊ ഉള്ളൂ. ഇവിടെ 15-ലെത്തിയിട്ടേ ഉള്ളൂ. 16 പല്ല്. ബാക്കിയെല്ലാം പോയോ? ആണോ? Yeah, Yeah. yeah. മധുങ്ങള് ബാബുസ്വാമിന്റെ ഫാനല്ലേ? അതെ Oh, അതെ അതെ അതെ. really? ആണ്. അതെ അതെ. ആ. ബാബുസ്വാമി. അവൻ ഇതിന്റെ പെർഫോമൻസില് നല്ലോണം പറഞ്ഞു കൊടുത്തു, നല്ലോണം പഠിപ്പിക്കും ബാബുസ്വാമി. ആ. അപ്പൊ ഇത്രേ ഉള്ളൂ ബാബുസ്വാമി. ചേട്ടന്റെ പെർഫോമൻസില് വെള്ളിവൈറ്റ് കൊടുക്കാൻ വേണ്ടി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. നന്നായി നൃത്തം ചെയ്തു ബാബുസ്വാമി. സോറി, മധുസ്വാമി. കൊണ്ടു കിട്ടിയല്ലോ. അവിടേക്കാണ് വന്നതല്ലേ? കുഞ്ഞു മനസ്സിൽ കള്ളമില്ല. ഇനിയുണ്ട്. ഇനിയുണ്ടോ? ഇനിയുണ്ടോ? ഇനി എന്താ? നിങ്ങൾക്കറിയോ ബാബുസ്വാമിനെ? ഇല്ല. നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിയാം. അതാരാ? അയ്യേ, അവിടെ നില്ല് മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല, അപ്പോഴാണ് ബാബുസ്വാമിനെ അറിയാന്ന് പറയണേ. അതാരാ? എന്താ നീ ചിരിക്കണേ? നീയല്ലേ എന്റെ ലൈവില് എപ്പോഴും കമന്റ് ഇട്ടോണ്ടിരിക്കാറില്ല ശശി? അയ്യോ, ഇവരെയൊക്കെ മടിയിലിട്ട് ശശിക്ക് നീ എന്ന് വിളിക്കാം. അത് ശശി ചേട്ടനല്ലേ? ചിരിക്കുന്നത് എന്താ? ശശി ചേട്ടനല്ലേ? അത് നാഗ ചോദിക്കണ പോലെ ചോദിച്ചതാ. അതെ, ഈ മുല്ലപ്പൂ പല്ലൊക്കെ പോയ സ്ഥിതിക്ക് മുല്ല നട്ടിട്ടുള്ള ഒരു പാട്ട് പാടിയാലോ നമുക്ക്? മുല്ല ഞാനേ ഇവിടെ ഉള്ള ഒരാളുടെ പാട്ടാ പാടാൻ പോണേ.
ഇവിടെ ഉള്ള ഒരാളുടെ പാട്ട്. ആരുടെ ഏത് പാട്ട്? മീനുട്ടി ചേച്ചി അഭിനയിച്ചു. ആണോ? ആണോ? എന്റെയോ പക്ഷെ ശ്രേയ ചേച്ചി പാടി. മൂന്ന് പേരുടെ അതാണോ അതല്ലേ മുല്ല നട്ടു. മുല്ലനട്ട പാട്ട്. ഞാൻ വിചാരിച്ചു രാക്ഷസി എന്നുള്ള പാട്ട്. അങ്കിൾ നമ്മളിത് വളരെ അടുത്തായിരിക്കുന്നത്, അത് ശ്രദ്ധിച്ചോ? ഈ പാട്ട് അങ്ങളുടെ ഭയങ്കര ഇഷ്ടാട്ടാ. ഇത് പാടിക്കുന്ന ആരാ? പാടിയിരിക്കണത് ശ്രേയ ചേച്ചി. ശ്രേയ ചേച്ചി. ഇത് ഏത് സിനിമയാ? അമർ അക്ബർ ആന്റണി. ഇത് എഴുതിയതാരാ? ബാപ്പു അവാർഡ്. ഓക്കെ. ബാപ്പു വാട്സാപ്പ്. മ്യൂസിക് നാദർഷ. അനുപങ്ങളെ നല്ല ബാക്കി മറന്നുപോയി. അമ്മ കയ്യിന്ന് പോയെന്ന് എന്തോ പറയുന്നുണ്ട്. അത് പോട്ടെ. സാരമില്ല, ഇനി നമ്മള് ഡീറ്റെയിൽസ് പറഞ്ഞില്ലേ? ഓർക്കാം. വിടൂല. എന്തൊക്കെ ഓർക്കസ്ട്ര ചെയ്യുന്നറിയോ? പാട്ട് പാടും, തബല വായിക്കും, ഇപ്പൊ അതെ, അതെ, അതെ. അത് വായിക്കും, ആ. പിന്നെ അത് flute വായിക്കും. വായിക്കും, ഫ്ലൂട്ട് വായിക്കും. പിന്നെ എല്ലാം ചെയ്യും. ഒരു സകലകല വല്ലഭൻ തന്നെ അതെ. അല്ലേ? അതാണ് ഞാൻ ഫസ്റ്റ് പറയാൻ വന്നത്. ഓ അതാണ്. അതാണ് ഞാൻ മറന്നുപോയി. ഇപ്പൊ ഓക്കെ ആയില്ലേ? ഇപ്പൊ ഹലോ കിട്ടി. ഹലോ ഹലോ പിന്നെ അതും ഹലോ ഹലോ വാസുകി ഹലോ. വാസുകി ബേബി പാട്ട് പാടണേ. അതെ, ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാ. ഓൾ ദ Okay, ബെസ്റ്റ്. okay. All the നമുക്ക് best. പാടിയാലോ? പാടാം. പാടാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഇത് തൃശ്ശൂർക്കാരനാണോ? നമ്മൾ എത്ര തൃശ്ശൂരാണ് കടിയേ? ഞാനും തൃശ്ശൂരാ. ആണോ? ഓ അത് ശരി. തൃശ്ശൂർ എന്ന് പറയുമ്പോ നാവ് പുറത്തെത്തി, രണ്ട് പല്ലില്ലാത്ത. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരി ചുരുമുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചു കിനാവിൻ്റെ പൊൻതൂവൽ കൊണ്ട് പന്തലിട്ടു.
അങ്ങോട്ട് വന്നേ. നോക്കട്ടെ. ഇത്രയും നല്ല രസമായിട്ട് പാട്ട് പാടിയ നമ്മുടെ കുട്ടിയെ, നമ്മുടെ വാസുകുട്ടിയെ ഒന്ന് കാണട്ടെ. വന്നങ്ങോട്ട് ചായയാണ്. ഇങ്ങനെ എന്ത് രസമായിട്ടാ പാടണേ. എങ്ങനെയാ ലിറിക്സ് ഒക്കെ പഠിച്ചേ? അമ്മ പഠിപ്പിച്ചു. അമ്മ പഠിച്ചോ? എത്ര ദിവസം? പഠിച്ചതല്ല, അമ്മ പഠിച്ചതല്ല, ഞാൻ പഠിച്ചു. അമ്മ എന്നെ പഠിപ്പിച്ചത്. അമ്മ പഠിപ്പിച്ച് നമ്മളെ പഠിച്ചു അല്ലേ? മക്കളെ അസലായിട്ട് പാടി കേട്ടോ. താങ്ക് യു. മിടിക്കായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഭയങ്കര മിടിക്കാണോ? ആ. എത്ര മിടിക്കാ? 200. 200 മിടുക്കിയ. ആഹാ. എത്ര ദിവസം എടുത്തത് പഠിക്കാൻ? 4. 4 ദിവസം 4 ദിവസം കൊണ്ട് ഈ പാട്ട് പഠിച്ചു. സിമ്പിൾ ആയിട്ട്. 4 അല്ല 3. 3 ദിവസം കൊണ്ട് പഠിച്ചോ? 3. ഓ മൈ ഗോഡ്. വാവ്. ഇനി അത്ഭുതപ്പെട്ട ഇനിയും കുറയും ദിവസം. അതെ. 2 ദിവസമാണോ? അല്ല. 3 ദിവസം. യാ. 3.5. Yeah. അപ്പൊ ക്യാപ്റ്റന്റെ അടുത്ത് പോയി 2 ദിവസമാണെന്ന് പറഞ്ഞു. ഏത് എവിടെ കാഫേ? എന്നെ കാണുന്നില്ലേ ക്യാപ്റ്റൻ. ക്യാപ്ഷൻ. ഞാനാണ് ആ പറഞ്ഞ ആള്. ഇപ്പൊ കണ്ടോ എന്നെ ഇങ്ങനെ പാടുന്നേ? പഠിച്ചിട്ട് സിമ്പിൾ ആയിട്ട് പാടിയല്ലോ അല്ലേ? വെരി സിമ്പിൾ. സിമ്പിളാ. ഞാൻ ഇന്നലെ ആ. എന്റെ സ്കൂളിൽ ഈ പാട്ടായിരുന്നു പാടുന്നത്. അപ്പൊ സ്കൂളിലാണ് ഫസ്റ്റ് ഈ പാട്ട് പറഞ്ഞത്. എന്നിട്ട് വിഷ്ണു മാമന്റെ അടുത്ത് ആ. പോയിട്ട് കാല് പിടിച്ചിട്ടാണ് ഈ മിഠായി ലൈവ് ഒരുപാട് വിഷ്ണു മാമന്റെ കാല് പിടിച്ചിട്ടാണ് ഈ പാട്ട് പാട്ട് അവസാനം കിട്ടിയത്. കിട്ടിയത്. ആ. അതിന്റെ ഒരു സ്നേഹവും ആ ഫീല് മുഴുവൻ ആ അപ്പൊ പാട്ടുണ്ടായിരുന്നു. ഉണ്ടല്ലോ അമ്മ ആൾക്കാരുടെ അടുത്തൊക്കെ പറയാണ് ഈ പാട്ട് ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യാം, അവിടെ പോയി പാടുകയും ചെയ്യാന്ന്. ഡബിൾ ധമാക്ക. അതെ അതെ. പ്രാക്ടീസും ചെയ്യാം, പാടും ചെയ്യാം. പാടുകയും ചെയ്യും. Yes. മീനുട്ടി എന്നാലും വിഷ്ണു മാമൻ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? പാവം ഒരുപാട് ക്രൂരതകൾ ചെയ്യുന്നുണ്ട്. വിഷ്ണു ചേട്ടാ ഈ കൊച്ചു കാല് പിടിച്ച് കുട്ടികളോടൊക്കെ. പറഞ്ഞില്ലേ? വെറും ക്രൂരൻ. അതെ. വിഷ്ണുവേ ഓഫ്. എവിടെടാ? വിഷ്ണുവേ. എന്തായാലും വിഷ്ണു ചേട്ടൻ തന്നല്ലോ ആ പാട്ട്, മിടുക്കിയായിട്ട് പാടി. മധുവങ്ങളെ ഒരു കയ്യടി കൊടുത്തേ. വാ സുഖി. ആ. വാസുകി. അത് ഞാൻ അടുത്തല്ല നിക്കണേ. പിന്നെ എന്തിനാ അടുത്ത് വരുന്നേ? അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു വാസുകി. എനിക്ക് പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല കാര്യം ഇങ്ങനെയൊക്കെ വർത്താനം പറയുമ്പോൾ ഇങ്ങനെ പാടും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അമ്മ ഈ പാട്ട് പാടുന്നതിന് മുമ്പേ വെള്ളം കുടിക്കുമ്പോ അമ്മ അതെങ്ങനെ കാണിച്ചു? എങ്ങനെ കാണിച്ചു? സോഫ്റ്റ് ആയിട്ട് പാടുന്നത്. ഇങ്ങനെ കാണിച്ചല്ലേ? വിറപ്പിച്ച് ഇങ്ങനെ കാണിച്ചമ്മ. സോഫ്റ്റ് ആയിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു. ആ ഒറ്റ വിറയില ഇത്ര നന്നായി പാടാണ്. ഒരു ഷൂട്ടിന് ആ. എന്റെ മുത്തശ്ശി വന്നിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴും മുത്തശ്ശി വന്നിട്ടുണ്ടായിരുന്നു. ആ. അപ്പൊ എന്തായാലും മധുവങ്കളിന് വാസുക്കി കുട്ടി പാടിയത് ഇഷ്ടപ്പെട്ടു. ഇഷ്ടോ? വളരെ നന്നായി. അവിടെ പോയാ മഴ പെയ്യുന്ന അതെ. കാണിച്ചുതരാം. മീനുട്ടി ചേച്ചിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതെ. ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടെ പോയാ മഴ പെയ്യുന്ന കാണിച്ചുതരാം. അഭിനയിച്ച പാട്ടല്ലേ? അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. വാ ചെരുപ്പ് എന്നിട്ട് ചെരുപ്പിന് ഭയങ്കര വെയിറ്റാ. കാലാദ്യം ചെരുപ്പ് പുറകെ. ചക്കര സൂപ്പറായി പാടി കേട്ടോ. താങ്ക് യു. എന്തായാലും മിടുക്കി കുട്ടി മഴ പെയ്യിപ്പിക്കാം നമുക്ക്. പുറകോട്ട് ഇറങ്ങിയെന്നോ. അതെ. ഒരട്ടങ്ങനെ ഒരു ലിറ്റിൽ ഏഞ്ചൽ മധുരമഴ. എന്നോ ഞാൻ എന്റെ മുറ്റത്തൊരട്ട് ഇല്ലില്ല അതെ, മിഠായി പറക്കാൻ നോക്ക്. മിഠായി പെർക്ക്. അതെ വേണമെങ്കിൽ എണ്ണുവേ. കാറ്റൊരു കൗതുകം കൊണ്ടാവള്ളിയിലൊന്നു തൊട്ടു. രണ്ടാം നാളിന്റെ കഴിഞ്ഞ. കഴിഞ്ഞു. ടാറ്റാ. See you. ബൈ. ബൈ. കൂട്ടിൽ കൊണ്ടേയിട്ടു. എം ജെ അങ്കിൾ, നമ്മുടെ ചിരി ചിരി റൗണ്ട് വന്നിരിക്കുകയാണ്. ഈ റൗണ്ടിൽ വരാൻ പോകുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒന്ന് ഞെട്ടും. അതുപോലെയാണ് വരാൻ പോകുന്നത്. ഇതുവരെ ഇങ്ങനെ ഒരു ഗെറ്റപ്പില് നമ്മൾ ഈ ആളെ കണ്ടിട്ടില്ല. അത് ഞാൻ ഉറപ്പ് തരുന്നു. ഓക്കെ, വിളിക്കട്ടെ. Okay. ലെറ്റ്സ് വെൽക്കം നമ്മുടെ റിയാൻ കുട്ടൻ ഓൺ സ്റ്റേജ്. റിയാൻ കുട്ടുസൻ. അതെന്റെ ഫേവററ്റ് പാട്ടാ. ഇത് കൊള്ളാലോ. അതുപോലെ ഉണ്ടല്ലോ ഈ വേഷം. അതെ. ഇത് വാസ്വാമിയ, വാസുസ്വാമി. കൃഷ്ണന്റെ ഭക്തനും കൂടിയാ ഞാൻ. ആണോ? ആണോ? ആ, എന്താ പേര് ചേട്ടന്റെ? എന്റെ പേര് റിയാൻ പ്രിയേഷ്. റിയാൻ പ്രിയേഷ. റിയാൻ തന്നെയാ അപ്പൊ ഇത്? അറിയാം. മനസ്സിലാവുന്നില്ല. അപ്പൊ നേരത്തെ ബാബുസ്വാമി എന്ന് പറഞ്ഞു. ആ, വാസ്വാമിയുടെ വേഷമാണെന്ന് പറഞ്ഞു. വാസ്വാമി അല്ല. ഒറിജിനൽ അല്ല കേട്ടോ. ഞാൻ വിചാരിച്ച ഒറിജിനൽ ബാബുസ്വാമി. ഞാനും അങ്ങനെ ഓർത്തേ. സോറി അല്ല. പക്ഷെ കിടിലൻ കോസ്റ്റ്യൂം, നല്ല ഗെറ്റപ്പ് ചേരുന്നുണ്ട് നല്ലോണം. എന്തിനുള്ള പുറപ്പാടുന്നു? അതെ.
ഇത് നമ്മുടെ സ്വന്തം MJ അങ്കിളിന്റെ പാട്ടാ ഞാൻ പാടാൻ പോകുന്നത്. എന്റെ പാട്ടാ? ആഹാ. ഗോകുല ബാല ബാലക. ഗോപികമാരുടെ കാമുക. ഉണ്ണിക്കണ്ണ വാ. വാ. ഉണ്ണിക്കണ്ണ വാ. ജാസി ഗിഫ്റ്റ് സർ. പാടിയത് ജാസി. All the All the best. best. താങ്ക് യു സാർ. കാലികൾ വെച്ചു നടന്നു കണ്ണൻ നല്ല കാലിറം കൊണ്ടു കളിച്ചു കണ്ണൻ കാലികൾ വെച്ചു നടന്നു കണ്ണൻ നല്ല കാലിറം കൊണ്ടു കളിച്ചു കണ്ണൻ മണ്ഡപമുണ്ടാക്കി വെച്ചു കണ്ണൻ നല്ല പറഞ്ഞു കണ്ണൻ ദിനദിന്ദ ദിനദിന്ദ. Chorus.
കാലക്കൈ. എന്തൊരു ഡാൻസ്. കൊള്ളാം, നന്നായി. താങ്ക് യു. റിയാൻ കുട്ടൂസൻ, എന്തോ സാർ. ഇതെന്താ ഇങ്ങനെ ഒരു റിയാനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനെ ഒരു റിയാനെ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. ഇന്നത്തെ സെറ്റപ്പ് അങ്ങനെയായി. അങ്ങനെ ആയിപ്പോയതല്ല. അങ്ങനെയാണ് വേണ്ടത്. സെറ്റപ്പ് നന്നായിരുന്നു, സൂപ്പറായിരുന്നു, ഗംഭീരായിരുന്നു. താങ്ക് യു സാർ. ആ അതിനിടയിൽ തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചത് ജാസിയാണോ പാടുന്നത് അതെ, അതോ ദിദ്ധന- നമ്മുടെ റിയാനാണോ? ദിനദിൻ കേട്ടപ്പോ ആ അതെ. തദ്ദിനദിൻ ദിനദിൻ ദിനദിൻ താ തദ്ദിനദിൻ ദിനദിൻ ദിനദിൻ താ എന്ന് പാടി. ശ്രദ്ധിച്ച് ഞാൻ അതെ 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 അതെ. ഇതാരേത്? അതെങ്ങനെയായിരുന്നു? തദ്ദിനദിൻ അതന്നെ. ഒന്നുകൂടെ തദ്ദിനദിൻ ആ പാടിക്കോ. തദ്ദിനദിൻ ഉം. ദിനദിൻ ഉം. ദിനദിൻ താ തദ്ദിനദിൻ ദിനദിൻ ദിനദിൻ താ. ആ നൈസ് നൈസ്. അത് ഗൗതം ഗംഭീറായിരുന്നു. അതെന്തു വാക്കാ സാറേ? അതൊരാളാ. അതൊരാള്. അത് അത്രയും ഗംഭീരായിരുന്നു അർത്ഥം. താങ്ക് യു സാർ. പറഞ്ഞു മനസ്സിലായി. പിന്നെ തുകിലെടുത്തു തൊഴുതു നിർത്തി അന്നു നീ, പിന്നെ തുയിലുണർത്തി രാസ കേളിയാടി നീ എന്നൊക്കെ പാടിയില്ലേ, ആ അത് സൂപ്പർ ആയിരുന്നേ. താങ്ക് യു സാർ. അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലം മറന്നുപോയാ. നിന്റെ ലീല കൊണ്ട് ആ അതൊന്ന് പാടി കേൾപ്പിക്കാമോ? കണ്ടു കണ്ടു നിൽക്കെ മായയാടി നീ, നിന്റെ ലീല കൊണ്ട് ലോകമാകെ മാറ്റി നീ. യെസ്, അതാണ് മറന്നുപോയത്. യെസ്, സിമ്പിൾ, മറവി എല്ലാവർക്കും സംഭവിക്കും. സ്വാഭാവികം. അതൊരു ആർക്കും വലിയ- സംഭവിക്കും. അതൊരു സ്വാഭാവികമല്ലേ. യെസ്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ മധു? വേണ്ട. തട്ടിക്കളഞ്ഞു. ഇല്ല, തട്ടിക്കളഞ്ഞു, Yes. തട്ടി തെറിപ്പിച്ചു കേട്ടോ പ്രിയങ്കുട്ട. ആ, ആ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചില ചെന്താമര കണ്ണന്റെ കളികൾ കണ്ടിട്ടും കണ്ടിട്ടും അത് പാടിയാൽ മതി. കണ്ടിട്ടും കണ്ടിട്ടും കണ്ടില്ലല്ലോ ചിലർ കണ്ണാര കണ്ണന്റെ കളികൾ, ആ. തൊട്ടു കേട്ടിട്ടും കേട്ടിട്ടും കേട്ടില്ലല്ലോ ചിലർ അഞ്ജന കണ്ണന്റെ വിളികൾ. ഹരി കൃഷ്ണ ഹരേ ഹരി കൃഷ്ണ ഹരേ ഹരി കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേന്നോ പാടും. അതില്ലേ? അതില്ലേ സാറേ, ആ. ഒരു രസമുണ്ട്, കോമഡി. കോമഡി അല്ല, രസം. ഞാൻ അറിയാതെ തന്നെ ഇല്ലേ, ബ്രത്ത് കുറച്ചു പോയപ്പോ ജാസി ഗിഫ്റ്റ് സാറിന്റെ സൗണ്ട് വന്ന് ഹരേ എന്നുള്ളത്. ശ്വാസം മുട്ടിയതാ. അതെ, ശ്വാസം മുട്ടിപ്പോ അറിയാതെ അറിയാതെ ജാസി. പക്ഷെ ആ ഹര അങ്കിള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു സാർ. അത് സൂപ്പർ ആയിരുന്നു കേട്ടോ. താങ്ക് യു സാർ. അത് നല്ല റിത്തമിക്കടെ വന്നു. എങ്ങനെ വന്നു? ജയ കൃഷ്ണ ഹര ജയ കൃഷ്ണ ഹര ജയ കൃഷ്ണ ഹര. ആ. എനിക്ക് വയ്യ. താങ്ക് യു എന്തൊരു സാർ. എനർജി അവിടെ റിയാൻകുട്ടന്. സാറിനൊരു കാര്യം അറിയോ, എന്താ? എനിക്ക് ശരിക്കും ഇങ്ങനെ പാടാൻ നാണോ? ആണോ? പക്ഷെ നമുക്ക് മനസ്സിലായില്ല കേട്ടോ. എനിക്ക് മനസ്സിലായി നാണം ഉണ്ടെന്ന്. എന്തിനാണ്? എനിക്ക് ആ മാനറിസം ഒക്കെ കണ്ടപ്പോ പിടികിട്ടി. അല്ല അല്ല, എന്തിനാ നാണം? ആ സാറിന്റെ ഒരു സൗണ്ട് എടുക്കുമ്പോ എന്തോ ഒരു നാണം ഓ, പോലെ. അങ്ങനെ. എന്തോ ഒരു ചമ്മലുണ്ടായിരുന്നു. അവന്റെ സൗണ്ട് മാറ്റി പാടുമ്പോ പാടുമ്പോ ഒരു ചമ്മലാണ് അവന്. ഒരു കോമഡി പോലെ തോന്നുക. പക്ഷെ ജാസി ചേട്ടൻ ഉഗ്രനായിട്ടല്ലേ ഈ പാട്ട് പാടിയിരിക്കുന്നത് ആ അല്ലേ? സത്യം. അല്ലേ? ഒരു പ്രത്യേക രീതിയിലല്ലേ പാടിയിരിക്കുന്നത്. ആ ആ അങ്കിളിന് ഒത്തിരി ഇഷ്ടമാണ് ജാസിയുടെ പാട്ട്. ആ അതുകൊണ്ടല്ലേ ജാസി ഇതിൽ പാടിയത് അല്ലേ? ഇത് അങ്കിൾ ആദ്യം വേറൊരു ട്യൂൺ ഉണ്ടാക്കിയെന്ന് അങ്കിൾ ഓർക്കുന്നുണ്ട്. ഏതാ? ആ ട്യൂൺ ഞാൻ മറന്നുപോയി. അയ്യോ. അത് പക്ഷെ ഡയറക്ടർ അനിലേട്ടന് ഇഷ്ടപ്പെട്ടില്ല. ആ അപ്പൊ അനിലേട്ടൻ പറഞ്ഞു ഇതുകൊണ്ട് ഗുണമില്ല, നമുക്ക് വേറൊരു ട്യൂൺ. അങ്ങനെയാണ് ഈ ഗോകുലപാല ബാലക എന്നുള്ള പാട്ട്. അപ്പൊ ഞാനിപ്പോ കൈതപ്പുറം സാറിന് വലിയൊരു നമസ്കാരം പറയുന്നു. അദ്ദേഹത്തിന്റെ ബ്യൂട്ടിഫുൾ മാമനോട് മല്ലയുദ്ധം ആടി നീ, പെരിയ മലയെടുത്ത് മഴയകറ്റി നിന്നു നീ. അപ്പൊ ഈ കൃഷ്ണ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ കൃഷ്ണനെ വളരെ സാധാരണമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പാട്ടാണ്. അതിനുശേഷം ഇതുപോലത്തെ പല പാട്ടുകളും വന്നിട്ടുമുണ്ട്. അപ്പൊ അതൊരു തുടക്കമായിരുന്നു ഈ പാട്ട് എന്നുള്ളതും ഓർക്കുന്നുണ്ട്. റിയാൻകുട്ടൻ എന്തോ സാർ? കാലക്കേഴി. താങ്ക് യു സാർ. സാറേ, കൈതപ്പുറം സാർ ലിറിക്സ് എഴുതിയതില്ലേ, മാമനോട് മല്ല യുദ്ധമാടി നീന്നറിയുന്നില്ലേ? അതെ. കംസൻ കൃഷ്ണന്റെ അമ്മാവനല്ലേ, പിന്നെന്താ മാമൻ എഴുതിയ? മാമൻ തന്നെ മാമൻ. ഓ അതറിയില്ലായിരുന്നോ? ഞാൻ എന്റെ അമ്മാവന്മാരെയൊക്കെ എങ്ങനെയാ വിളിക്കും? സുന്ദരമാമ, നന്ദമാമ, അരവിന്ദമാമ, വിശ്വമാമ. എന്തോരം മാമന്മാരാ കുറേയുണ്ട്. എനിക്കുണ്ട് ഉണ്ണിമാമ, ചന്ദ്രമാമ, അങ്ങനെ പല മാമൻ. അതെ, ജയമാമ. എനിക്കുണ്ട് ജയമാമ. ഞാൻ മാമൻ എന്നൊക്കെ വിളിക്കാറുണ്ട്, പക്ഷെ അമ്മാവനാ മാമൻ എന്ന് അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ മാമനല്ലേ? ഏ? കാരണം കൃഷ്ണന്റെ അമ്മയുടെ ബ്രദർ അല്ലേ കംസൻ? അല്ലേ? അപ്പൊ മാമൻ അപ്പൊ കറക്റ്റ് അല്ലേ? മാമൻ. മാമൻ.
അതുകൊണ്ടാണ് മാമനോട് ഇപ്പൊ മല്ലയുദ്ധം. മല്ലയുദ്ധം. കുട്ടനേട്ട എത്ര അമ്മാവന്മാരുണ്ട്? അമ്മയുടെ സൈഡിൽ നിന്ന് 2 അമ്മാവന്മാർ. അമ്മോ എനിക്ക് 6 അമ്മാവന്മാര്. മല്ലയുദ്ധം ഉണ്ടോ? മല്ലയുദ്ധമില്ലേ? നല്ല മാമന്മാരാ. സ്നേഹമുള്ള മാമന്മാരാണ്. ഓക്കെ, റിയാൻകുട്ടാ, എന്തോ ചേച്ചി? നല്ല കിടിലം കോസ്റ്റ്യൂം, കിടിലം പ്രസന്റേഷൻ, നല്ല രസത്തിൽ പാടിട്ടോ. ഞാൻ നന്നായി എൻജോയ് ചെയ്തു. താങ്ക് യു ചേച്ചി. ആ ഒരു നാണമാന്ന് പറഞ്ഞില്ലേ, നാണമൊന്നും എനിക്ക് അങ്ങനെ കേൾക്കാനൊന്നും നാണമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നാണോ അങ്ങനെ കേൾക്കാൻ പറ്റും? അത് അവന്റെ ചിലപ്പോ അറിഞ്ഞില്ലാന്ന്. അതെ, അതാ ഉദ്ദേശിച്ചത്. നാണോ ഒന്നും കേൾക്കാൻ പറ്റില്ല. MJ സാർ ഒരു അവസരം തന്നില്ലേ സംസാരിക്കാൻ? മിണ്ടരുത്. ഇനി ഞാൻ പറയട്ടെ. അയ്യേന്ന് എനിക്കിഷ്ടു. താങ്ക് യു പോരെ, ഞാൻ ബാറ്റൺ കൈമാറി. എടുത്തോ, ചേട്ടൻ എടുത്തോ, ഇനി സംസാരിച്ചോ. യെസ്. അപ്പൊ നമ്മുടെ റിയാൻ സ്വാമി എന്തോ നന്നായിട്ട് പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. Thank you, sir. അതേപോലെ ഏറ്റവും അഭിപ്രായം കേൾക്കേണ്ടത് മെയിൻ ആരെടുത്താ കേൾക്കണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അടുത്ത് കേട്ടല്ലോ. MJ സാറിന്റെ MJ അങ്കിളാണല്ലോ ഇത് മ്യൂസിക് ചെയ്തത്. ആ അപ്പൊ എന്തായാലും എല്ലാ ഭാഗങ്ങളും വളരെ നന്നായിട്ട് പാടി. പിന്നെ ആ നിന്റെ ലീല കൊണ്ടും എന്തോ ലീല കൊണ്ട് അത് മറന്നുപോയി. അതെ. സ്വാഭാവികം. സ്വാഭാവികം. കളഞ്ഞു. പിന്നെ എനിക്ക് ചെറിയൊരു ഉണ്ണിക്കണ്ണവാ എന്നുണ്ണിക്കണ്ണവാ ചില എവിടെയോ ഒന്ന് ശ്രുതി പ്രശ്നം തോന്നി. ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാം അടിപൊളി. താങ്ക് യു സാർ. പിന്നെ തുകിലെടുത്തു അനുപല്ലവി തുടങ്ങിയില്ലേ BG കഴിഞ്ഞിട്ട്, അതും ചെറുതായിട്ടൊന്ന് ശ്രുതി ഒന്ന് സ്റ്റഡി ആവാനുണ്ടായിരുന്നു. ബാക്കിയെല്ലാം അടിപൊളി. എപ്പോഴും റിയാൻകുട്ടൻ അങ്ങനെയല്ലേ? താങ്ക് യു സാർ. വെരി ഗുഡ്, വെരി ഗുഡ്. പ്രിയങ്കുട്ടാ, എന്തോ ഒരു ചോദ്യം ചോദിക്കട്ടെ? എന്ത് സൈസ് മടിയാണ് ഈ കോമഡി? അറസ്റ്റ് ചെയ്തോ, എത്രയും വേഗം അറസ്റ്റ് ചെയ്തോണ്ട് പോ. എടുത്തോണ്ട് പോ. രാജേഷ് അങ്കിൾ വേഗം കൂട്ടിക്കൊണ്ട് പോ, വേഗം. ഇതൊരു ട്രാജഡി ആയിപ്പോയി. വല്ലാത്തൊരു ട്രാജഡി. വെച്ചു വിലങ്ങ് വെച്ചു. എന്ത് സൈസും മടിയാന്ന് പറഞ്ഞു. MJ അങ്കിളിന് വിലങ്ങ് വെച്ചടാ, വിലങ്ങ് വെച്ച് കൊണ്ടുപോകാൻ പോവാ. ഇനി MJ മാർക്ക് പോലും തരാൻ പറ്റില്ല. അയ്യോ, MJ അങ്കിൾ മാർക്ക് കൊടുക്കണം. എന്താ ഇത്? അത് ഞാൻ ഊരി തരാം, ഊരി തരാം. തൽക്കാലത്തെ കൂരി വിട്. അത് വായോണ്ട് പറഞ്ഞാ മതി. അല്പ നിമിഷമെങ്കിലും താങ്കളെ ജയിലിൽ അടക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്ന് ഇവിടെ അറിയിച്ചു കൊടുത്തു. എന്തോ സാർ? എത്ര മാർക്ക് വേണം? എനിക്കറിഞ്ഞൂടാ. എന്നാലും 98 പോരാ, 99 അതിന്റെ ഇടയില് 98.5. നമുക്ക് അവിടെ ഒരാളുടെ അടുത്ത് ചോദിച്ചാൽ, ഇവിടെ ഒരാള് വന്നിട്ടുണ്ട്. MJ അങ്കിളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ട്, രാകേഷ് അങ്കിൾ. അവിടെ ഇരിക്കുന്നുണ്ട്. ഹലോ പറഞ്ഞോ. ഹലോ രാകേഷ് അങ്കിളിന്റെ എന്താ പാട്ട് ഇഷ്ടപ്പെട്ടോ? നല്ലോണം ഗംഭീരം, ഗംഭീരം. അപ്പൊ എത്ര മാർക്ക് കൊടുക്കായിരിക്കും? 98.5. Yes. താങ്ക് യു സാർ. താങ്ക് യു സാർ. സ്വാമി ഹാപ്പി അല്ലേ? എന്നാ നമുക്ക് പോയാലോ സ്വാമി? ടാറ്റ കൊടുത്തോ, എല്ലാവർക്കും ടാറ്റ കൊടുത്തോ. ബൈ. ഗുഡ് നൈറ്റ്. MJ അങ്കിൾ, നമ്മളിന്ന് കേട്ടത് മൊത്തം നല്ല പാട്ടായിരുന്നു അല്ലേ? നല്ല നല്ല പാട്ടുകൾ. നല്ല നല്ല പാട്ടുകൾ എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പോലത്തെ കുറെ പാട്ടുകൾ. പിന്നെ റൗണ്ട്സ് ഒക്കെ ഭയങ്കര രസമല്ലേ? ചിലതൊക്കെ നൊസ്റ്റാൾജിയ ഒത്തിരി പണ്ടത്തെ പാട്ടുകളാകുമ്പോ. പിന്നെ നമ്മുടെ വിസ്താരയും ജ്യോതി വന്നില്ല, തീയു വന്നില്ല, ഒരു മണ്ണം കെട്ടി വന്നില്ല. എത്ര കഷ്ടപ്പെട്ട ഇങ്ങോട്ട് വന്നറിയാവോ? ഓടി ഓടി വരുമ്പോ ഒരു ആന, പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. ഞാനെന്താ പറയണ്ടേ? ഞാൻ പേടിച്ചു പോയി. ഓക്കെ, പോരാത്തിന് നമ്മുടെ വിസ്താരയും നമ്മളെ പാട്ട് വരുന്നതിന്റെ കറക്റ്റ് വിഷ്വൽ അതെ ഭയങ്കര. ജ്യോതി വന്നില്ല, തീയു വന്നില്ല, ഒരു മണ്ണം കെട്ടി വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാ ഇങ്ങോട്ട് വന്നറിയാവോ? ഓടി ഓടി വരുമ്പോ ഒരു ആന, പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പൊ ഷാപ്പാട് പുറത്ത്. പിന്നെ നമ്മുടെ വിസ്താരം അല്ലേ കറക്റ്റ്. ഇവിടെ ഏത് പാട്ടാണോ പാടുന്നതിന് കറക്റ്റ് വിഷ്വൽ അല്ലേ? ജ്യോതി വന്നില്ല, തീയു വന്നില്ല, ഒരു മണ്ണാങ്കട്ടി വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാ ഇങ്ങോട്ട് വന്നറിയാവോ? ഓടി ഓടി വരുമ്പോ ഒരു ആന, പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. അതെങ്ങനെ? ആന ഇവിടെ കണ്ട് ഓടിക്കാണും. എനിക്ക് വിശക്കുന്നു. കൊരങ്ങാ, കോഴിന്റെ മണം. അത് പുറത്തവിടെ കോഴി ഓടി കിടക്കുന്നുണ്ട്. അതായിരിക്കും. അല്ലല്ല, വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്ന കോഴി ഇറങ്ങി ഓടിയതായിരിക്കും. പോയി പാടറി പെണ്ണേ. ഞാൻ എടുക്കണേ എന്നല്ലേ. ബൈ. കുട്ടച്ചേട്ടാ പോയി. ഇവിടെ കോഴി ഉണ്ടായിരുന്നു. 3 കാലം, 2 കാലം, ഒരു ഹൃദയവും. ഒരു കാലെങ്കിലും തരോ? ഇല്ല. ഓ, പോയി. കഴിച്ചിട്ട് വിശപ്പ് മാറി തരാം. ശരി. എന്താ
നന്ദിനി തമ്പുരാട്ടിക്ക് വേണ്ടത്? എനിക്ക് ഇത് കിട്ടി. പാട്ട് പാടണ്ടേ നന്ദിനിക്കുട്ടി? ആ പാട്ട് പാടണം. ചിങ്ക് ചക്കിടി ചിക്കാൻ ചാച്ചാ. ഊട്ടി പട്ടണം അല്ലേ? ഇതിങ്ങനെ കയ്യിൽ പിടിച്ചോണ്ട് പാടാൻ പറ്റുമോ? ഇല്ല, ഇപ്പൊ തന്നെ കൈ അന്ന് വേദന. ഞാൻ പിടിക്കാം. കൈ വേദനയോ അതോ വായില് വെള്ളം നിറഞ്ഞ്? മീനോട്ടിന്റെ സന്തോഷം നോക്ക്. ഞാൻ പിടിക്കാം. ഇവിടെ കോഴി കഴിക്കാത്തത് ഞാൻ മാത്രമേ ഉള്ളൂ. Yes. അപ്പൊ കറക്റ്റാ, നമുക്ക് 3 പേർക്കുള്ള കാലുണ്ട്. അതെ. Set. അപ്പൊ ഇനി കുഴപ്പമില്ല. പോരട്ടെ ഡീറ്റെയിൽസ്. മൂവി കിലുക്കം, ആ. ഇയർ 1991. മ്യൂസിക് കമ്പോസർ SP വെങ്കടേഷ് സർ, ലിറിസിസ്റ്റ് ബിച്ചു തിരുമല സർ, സിംഗേഴ്സ് ചിത്രാമ്മ, MG സർ ആൻഡ് SP ബാലസുബ്രഹ്മണ്യം സർ. യെസ്, 3 പേര് ചേർന്ന് പാടിയ പാട്ട് ഒറ്റയ്ക്ക് പാടാൻ പോവാണ്. അതെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചിങ്ക ചക്കിടി ചിക്കാൻ ചാഞ്ച ആ ചിങ്ക ചക്കിടി ചിക്കാൻ ചാഞ്ച பொட்டிப்பட்டணம் சொன்ன வாட்டா எங்க கட்டள சிங்க கட்டள சும்மா இருடா ரேசில் நம்ம ராஸ்தா இந்த குதிரைக்கு எதிரே வாக்கே ப்ளூ பிளாக்கே அவடிச்சிடும் பரிசு நிறைய லாக் லாக் பெருவும் ஜாக்பாட் பிறகு இந்த பட்டணம் சொந்தமாக்கி போட்டி கட்டு உண்டா டாய் பொட்டி கட்டணம் சொன்ன வாட்டா எங்க கட்டள சிங்க கட்டள சும்மா இருடா இருடா
സൂപ്പർ സൂപ്പർ അടിപൊളി. അടിപൊളി. നന്ദിനി തമ്പുരാട്ടി കലക്കി. ഇങ്ങനെയൊക്കെ പാടി ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? ഇല്ല, 3 പേര് പാടിയ പാട്ട് ഒറ്റക്ക് പാടി ഒറ്റയ്ക്ക് തകർത്ത് തിമിർത്തിരിക്കുക അവിടെ. ഇത് വെറും പട്ടി ഷോ അല്ല, സ്പെഷ്യൽ പട്ടി ഷോ. ഇതൊരു സ്പെഷ്യലാണ്. സ്പെഷ്യൽ, താങ്ക് യു വെരി സ്പെഷ്യൽ. താങ്ക് യു. ഈ ബാംഗ്ലൂർ എന്നുള്ള ആൾക്കാർക്ക് മാത്രമാണോ ഈ പാട്ട് പാടാൻ പറ്റുന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. നമ്മുടെ സീസൺ 1 അതിഥി. അതിഥി ഇതേ രീതിയിൽ തന്നെ അന്ന് കൊണ്ടുവന്നത്. അതെ ഇപ്പൊ അതെ ബാംഗ്ലൂരിൽ നിന്ന് 2ാമത്തെ ആള് ശ്രീയ. താങ്ക് യു. ശ്രീക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ? പറ്റും. അത് തെളിയിച്ചു. ശ്രീയുടെ ഈ മുഖം ആദ്യമായിട്ടാണ് കാണുന്നത്. അതാണ് അതെ, ഈ മുഖം. താങ്ക് യു. 35 വർഷമായിട്ട് എന്നെ തെറി വിളിച്ചോണ്ടിരിക്കല്ലേ? ഞാനോ? അല്ല, കിലുക്കത്തിലെ കാര്യം പറഞ്ഞ ഓ, ഇനി എല്ലാ തെറിയും അങ്ങോട്ട് ഞാൻ വിളിച്ചോ വെച്ചോ. ഡയലോഗ് അതെ അതെ. ഭയങ്കര ബ്യൂട്ടിഫുൾ ഡയലോഗ്സ് ഉള്ള ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അതെ, അതെ, അതെ. പ്രിയദർശൻ ചേട്ടന്റെ. മറക്കാൻ പറ്റൂല. അതുപോലെ മറക്കാൻ പറ്റാത്ത ഒരു പെർഫോമൻസ് ആണ് മോളുടെ. താങ്ക് യു. Yes. താങ്ക് യു. അതിലൊരു ട്രാൻസിഷൻ ഉണ്ട്, വേറൊരു മൂഡിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുപോകുന്ന ഒരു ട്രാൻസിഷൻ ഉണ്ട്. അത് ആണ് പാട്ടുകാരിക്ക് ഏറ്റവും അധികം വേണ്ടത്. നമ്മൾ മെലഡീസ് അവതരിപ്പിച്ചിട്ടുണ്ട്, വേറെ പലതും അവതരിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് ആദ്യമായിട്ടാണ്. യെസ്. അപ്പൊ ആ ആദ്യം എന്ന് പറയുന്നത് അത് കലക്കി. താങ്ക് യു. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് കലക്കി കപ്പയിട്ടു എന്ന് പറയും. മാത്രല്ല ഇതിന്റെ ലിറിക്സ് പഠിക്കാൻ ഭയങ്കര പണിയുണ്ടത്. അതാണ് എനിക്ക് ഞാനിങ്ങനെ ആലോചിക്കാം, പുട്ടുപോലെ ഇങ്ങനെ പാടി 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 അതെ, പോവാ. ഇതൊരു 65 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ഈസിലി പാടി. മാത്രമല്ല ആ വോയിസ് എഫക്ട്സ് ഒക്കെ ഉണ്ടേ, അത് കറക്റ്റ് സമയത്ത് അതാണ്. അതിലുള്ള പോലെ തന്നെ. അതും ഇങ്ങ് വന്ന് ഫുൾ നമ്മളെ നോക്കി പാടി നടന്നോണ്ട് ഇങ്ങനെ ചില്ലായി പോവാ. അതെ. അതൊക്കെ പാടിക്കൊണ്ട് ശ്വാസം എടുക്കാനുള്ള സമയം. ശ്വാസം എടുക്കാൻ സമയമില്ല, കാരണം 3ാമത്തെ ആള് പാടുന്നു, അതിനിടയിൽ 2ാമത്തെ ആള് പാടുന്നു, അതിനിടയിൽ കൊറേ ഹോയും അതെ. ഇടയില് അതിനിടയിൽ ഒരു ക്ലാസിക്കൽ. ഒരു അകാരം. അതെ അതെ അത് ക്ലാസിക്കൽ ആയിരുന്നു, ക്ലാസിക്കൽ. അതെ. അപ്പൊ ക്ലാസിക്കൽ നന്നായിരുന്നു. അതിനിടെ ഊട്ടി പട്ടണം, അത് തമിഴെല്ലാം നല്ല വന്നത്, ரொம்ப നല്ല വന്നത്. അതെ അതെ. ഇതൊരു വൈബാണ്, ഒരു മൂഡാണ്. അപ്പൊ അത് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഈസി അല്ല മോളെ. ഐ എം സോ ഹാപ്പി ദാറ്റ് യു കുഡ് ഡു ദിസ്. താങ്ക് യു. കീപ് ഡൂയിങ് ദിസ്. ഓക്കെ, സന്തോഷം കൊണ്ട് മേശടിച്ച് പൊട്ടിച്ചു MJ sir. ഇനിയും പൊട്ടിക്കും. മിടുക്കി. അങ്ങനെ തന്നെ ചെയ്യണം. ഇവിടെ ഒന്നും ബാക്കി ഉണ്ടാവും, തകർത്ത് തരിപ്പണം വരെ പാടിക്കൊണ്ടിരിക്കണം. കിഡിലാണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മൈ ഫേവറേറ്റ് പെർഫോമൻസ്. താങ്ക് യു. മധുങ്കളുടെ കയ്യിൽ നിന്ന് ചിക്കൻ വാങ്ങിച്ച് നല്ല സ്ട്രോങ് ആയിട്ടാണ് ശ്രീകുട്ടി ഇന്ന് പാടിയത്. അതിന്റെ അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. നല്ല മണം. ദേ, കണ്ടോ, അതേപടി തന്നെ. ഈ ലിറിക്സ് പഠിച്ചത് തന്നെ ഭയങ്കര കാര്യാട്ടോ. എത്ര ദിവസം എടുത്തു? അങ്ങനെ പഠിക്കാനായിട്ട് ഞാൻ ഇരുന്നിട്ടില്ല. ഞാൻ ജസ്റ്റ് പാടി പാടി അങ്ങ് ബൈഹാർട്ട് ആയതാണ്. ഓ, ആ ഒരു ഫ്ലോയിൽ അങ്ങ് പഠിച്ചു പോയില്ലേ? പിന്നെ മീനിങ് ഒക്കെ ഞാൻ റൈക്കയുടെ അച്ഛനോട് ചോദിച്ചു. ആഹാ, തമിഴ് അങ്ങനെ പഠിച്ചല്ലേ? പാടാൻ തന്നെ ഭയങ്കര ഫണ്ണാണ്, എനിക്ക് ഭയങ്കര ആ ഇഷ്ടമായി. ഫണ്ട് ഇങ്ങോട്ടും കിട്ടി എന്നുള്ളതാണ്. ഇതുവരെ ഞാൻ പാടിയതിലൊക്കെ എന്റെ ഫേവറേറ്റ് സോങ് ആണ് ഇത്. യെസ്, വളരെ ഡിഫറെന്റ് ആയി, നല്ല ആറ്റിറ്റ്യൂഡ്, വേറെ തന്നെ ഒരു സ്റ്റേജ് പ്രസൻസ് കാണാൻ പറ്റി. ഇന്നാണ് ആക്ച്വലി ശ്രീകുട്ടിയുടെ ആ ഒരു തനി രൂപം പുറത്തു വന്നത്. വിശ്വരൂപം അല്ലേ മോൻചേട്ടാ? അത് മാത്രല്ല മധുങ്ങളെ, അമ്മ ഒരു ലക്കി ചാമാണെന്ന് തോന്നുന്നു. അമ്മ വരുമ്പോ ഒക്കെ ഇങ്ങനെയല്ലേ അല്ലെ? അമ്മ വരുമ്പോ ഒക്കെ ഒരു നല്ല പാട്ട് വരാറുണ്ട്. അപ്പൊ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരട്ടെ, അല്ലെങ്കിൽ എപ്പോഴും വരട്ടെ, ഇവിടെ ഉണ്ടാവട്ടെ, പോണ്ട. എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ ചിക്കൻ കഴിക്കൂല, പക്ഷെ പൊരിച്ച കോഴീന്റെ മണം ഇങ്ങനെ വന്നോണ്ടിരിക്കും. മണം ആസ്വദിക്കാം. ഇനി ഞാൻ ട്രസ്റ്റ് ചെയ്യില്ല മീനൂട്ടിയില്ല. കഴിക്കാൻ ഇപ്പല്ലേ പറഞ്ഞേ? ഇല്ല, അത് ഞാൻ ചെയ്യില്ല. നീ കഴിക്കും. ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് ഞങ്ങൾക്കിടയിൽ. അത് വിലങ്ങ് വെക്കും. അതെ, അങ്ങനെ കക്കുന്നവരൊക്കെ പിടിക്കാനാണ് സാധനം ഇവിടെ വെച്ചേക്കുന്നത്. സ്വയം അങ്ങ് വെക്കുക. യെസ്. അപ്പൊ ശ്രീകുട്ടി, യെസ് സർ. എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു. ഇഷ്ടു. കാരണം ഇതുവരെ കാണാത്ത ശ്രീകുട്ടിയാണെന്ന് നമ്മൾ കണ്ടത്. താങ്ക് യു. ഇത്ര സ്മാർട്ടാണെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അതെ, അത് ആദ്യത്തെ അടി കിട്ടിയപ്പോഴാണ് ബോധം വന്നത്. ഇത്ര സ്മാർട്ട് ആയിരുന്നോ നമ്മുടെ ശ്രീകുട്ടി. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വന്ന് വീണ പോലെയായിരുന്നു. മധുങ്ങളെ പുറത്ത് അപ്പൊ എന്തായാലും കൊള്ളാം, ആ അടി കൊള്ളാം, നന്നായിട്ടുണ്ട്. പാടിലൂടെ ഇങ്ങനെ 5 പേര് ഞാൻ ഓയിൻമെന്റ് തരാം. അതിന് അത് എങ്ങനെയാന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി രാകേഷ് ഒരു 4-5-6 തന്നെ എന്നെ തല്ലി. അതെ. എന്തായാലും കൊള്ളാം. അപ്പൊ ഇങ്ങനെ ഇതുപോലെ ഫ്രീ ആയിട്ട് വെറൈറ്റി പാട്ടുകളായിട്ട് വരൂ. പിന്നെ ഈ പാട്ട് ശരിക്കും മനസ്സിലായി, ആസ്വദിച്ച് പഠിച്ച പാട്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പാടാൻ പറ്റിയത്.
അത് അങ്ങനെ തന്നെ അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട് ഈ പാട്ട്. അതല്ലെങ്കിൽ ഇങ്ങനെ പാടാൻ പറ്റില്ല, എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പാളിപ്പോവും. 3 പേര് പാടുന്ന പാട്ട്, അത് 3 പേര് ഇടയ്ക്ക് ഓരോ വോയിസ് എഫക്ട്സ് ഇട്ടിട്ടുണ്ട്. മറ്റേ ആമാ ആമാ എന്നൊക്കെ പറഞ്ഞല്ലേ, ക്ലാസിക്കൽ ഹമ്മിങ്, അങ്ങനെ പിന്നെ വോയിസ് മോഡുലേഷൻസ്, പല തരത്തിലുള്ള വോയിസ് മോഡുലേഷൻസ് ഉണ്ട് ഇതില്. അപ്പൊ അതൊക്കെ കറക്റ്റായിട്ട് അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് പാടി. നന്ദിനി തമ്പുരാട്ടി കലക്കി. അതെ, തൃപ്പൂണിത്തുറയിലെ തമ്പുരാട്ടി കുട്ടിയെ അല്ലേ? പാട്ട് മറിച്ചിട്ട്. അതെ, കൊള്ളാം, സൂപ്പർ. താങ്ക് യു. അപ്പൊ എത്ര മാർക്ക് വേണം? ഇത്രയ്ക്ക് ആയ സ്ഥിതിക്ക് ഒരു ചിക്കൻ പീസ് എന്നാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാം. ഇവിടെ 3 കാലുള്ള ഒരു കോഴീനെയാണ് വറുത്ത് വെച്ചിരിക്കുന്നത്. അതെ. മുക്കാല കോഴി. പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വേണോ അതോ മാർക്ക് വേണോ? മാർക്ക് മതി എന്നാല്. ആണോ? അപ്പൊ അത് മറ്റേത് എനിക്ക് തിന്നാം. അല്ല അത് ഞാൻ മാർക്ക് വാങ്ങി കഴിഞ്ഞിട്ട് അവിടെ പോയി കഴിച്ചോളൂ. അയ്യടാ. എന്നാ നമുക്കൊരു കണ്ടീഷൻ വെക്കാം. ആ. മാർക്ക് തരാം, ആ. പക്ഷെ ഇന്ന് കഴിക്കാൻ പാടില്ല. ആ. ഇന്ന് ഓക്കെ, രാത്രി എന്നാ ഇവിടെ തന്നെ വെക്കണേ, ആരും കഴിക്കരുത്. അല്ല, ഞങ്ങക്ക് കഴിക്കാം. അപ്പൊ അവർക്ക് കഴിക്കാം. നമുക്ക് കഴിക്കാം. മാർക്ക് ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റില്ല, കഴിച്ചാൽ മാർക്ക് കിട്ടില്ല. ഏത് എന്നാ മാർക്ക് ഭക്ഷണം മതി. വേണോ? മാർക്ക് മാർക്ക് മതി, കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. മാർക്ക് മതി, ഞാൻ കഴിച്ചില്ലെങ്കിൽ അമ്മേനോട് വാങ്ങിത്തരാൻ പറഞ്ഞതാ. ആ, അത് പോയിന്റ്. ഓക്കെ, ഒരു 100-ൽ 200 ആണെങ്കിലോ, ഓക്കെ 300 ആണെങ്കിലോ, ഓക്കെ 400 ആണെങ്കിലോ, ഡബിൾ ഓക്കെ. 500 ആണെങ്കിലോ, ട്രിപ്പിൾ ഓക്കെ. 5 times okay. it is going to be 500 on 100. ഓ, I'm with some paratha and chicken. Yes. 3 ചിക്കൻ കാലുള്ളത് കൊണ്ട് 100 out of 100. ഒരു തകര, ഒരു മധുരമല. And paratha and chicken. பட்டணம் போட்டி கட்டணம் சொன்னா வாட்டா ஐ ஐ எங்க கட்டள சிங்க கட்டள சும்மா இருட்டா നിനക്കിന്ന് മൊത്തത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അലശ്രീ ഒരെണ്ണൊക്കെ ആ തൊപ്പിനുള്ളിൽ എടുത്തിട്ട് ഇങ്ങനെ ഇന്ന് ഇട്ടോ. മറ്റേ നന്ദിനിക്കുട്ടി കയറിയേക്കാ. അതുകൊണ്ടാ അമ്മ അവിടെ സങ്കടപ്പെട്ടിരിക്കുകയായി. ഒരാള് പെറുക്കി സന്തോഷ കണ്ണീരാട്ടോ, കണ്ണുനീരൊക്കെ വന്ന്. നമ്മുടെ ശ്രീയക്കുട്ടിയാണ് കേട്ടോ ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ. കൊടുക്കാം ഗിഫ്റ്റ്. Yes. ആര് വരണം? ആര്യ ചേച്ചി. പല്ല് തേക്കണം. ബിലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ചോക്ലേറ്റ് എവിടെ വെച്ചു? അതിന്റെ ഉള്ളിലിട്ടു. അതെപ്പോ ഇട്ടു? എന്റെ അതൊക്കെ ഞങ്ങൾ ഡീൽ ചെയ്തു. ബാംഗ്ലൂരിൽ ഇങ്ങനെയാണല്ലോ. അതെ. മിടുക്കി, കൺഗ്രാറ്റുലേഷൻസ്. Okay, തമ്പുരാട്ടി സുഖമായി പോയി കിടന്നുറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. Congrats. മധു, ഓ, ഈ കിൽക്കം സിനിമ, ആ. അതിലെ കഥാപാത്രങ്ങളുടെ ജീവിത സാഹചര്യം അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ ജോജി, നിശ്ചല്, നന്ദിനി എല്ലാം കാണിക്കുന്ന ആ ഒരു ജീവിതം തള്ളി നീക്കാൻ വേണ്ടി കാണിക്കുന്ന തത്രപ്പാടുകൾ, അതൊക്കെ കാണാൻ നമുക്കൊക്കെ കോമഡി ആയിരുന്നു അല്ലേ? സിനിമ എന്ത് രസമായിട്ടാണ് ചിത്രീകരിച്ചേക്കണേ. അതെ, നമ്മുടെ മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ യെസ്, പ്രിയദർശൻ സർ. അതെ അതെ. ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് ശരിക്കും എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കി തന്നതാണ് ആ കഥാപാത്രങ്ങൾ എന്നാണ് ഞാൻ കണ്ടത്. തീർച്ചയായിട്ടും, അതെ അതെ അതെ. എം ജി സാർ, അതിലൊരു ഡയലോഗ് ഉണ്ട്. ജഗതി ചേട്ടൻ വീട്ടിലേക്ക് വന്ന് കേറുമ്പോ മണ്ണ് വിളക്കിന്റെ അടുത്ത് നിന്നിട്ട് എന്തോന്നടേ ഇത് മിന്നാവരികിന്റെ നുറുങ്ങു വെട്ടുമോ എന്ന് പറയുന്ന ഡയലോഗ് ഉണ്ട് അതില്. ഇന്നിപ്പോ മണ്ണെണ്ണ വിളക്കൊന്നും വേണ്ടല്ലോ, ഇലക്ട്രിസിറ്റി അല്ലേ. ഇന്ന് അതുപോലെ ഒരു സിനിമ പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല, കാലഘട്ടം യെസ്, മാറി. അത് സത്യമാ. എന്നാന്ന് വെച്ചാൽ ഇപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് സിനിമയിൽ പോലും അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? അതെ. അതെന്താ? ആര്യ ചേച്ചി തീരെ അപ്ഡേറ്റഡ് അല്ല കേട്ടോ. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ പോവർട്ടി ലെവൽ എന്ന് പറയുന്നത് 0.7% ആണ്. അതായത് മറ്റ് സ്റ്റേറ്റുകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിനാണ് ഏറ്റവും കുറവ് പോവർട്ടി ലെവൽ ഉള്ളത്. ഓക്കെ, യെസ്. ഇത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. കുറച്ചാൾ മുമ്പ് വരെ വളരെ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന കുറെ ആളുകൾ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോ അങ്ങനെ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, 2021 മെയിലാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒരു വലിയ പദ്ധതിക്ക് തുടക്കം ഇട്ടത്. ഏകദേശം 77,000 എമർജൻസി പ്രോജക്ട്സ്, ഏകദേശം 37,000-ഓളം ഷോർട്ട് ടേം പ്രോജക്ട്സ്, പിന്നെ 1,54,000-ഓളം ലോങ് ടേം പ്രോജക്ട്സ്. അങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രോവേർട്ടി ഇല്ലാതാക്കിയിട്ട് എല്ലാവരിലേക്കും ഇത്തരം പ്രവൃത്തികൾ എത്തിക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അതിദാരിദ്ര്യം അനുഭവിക്കുന്ന 64,000 പേർക്കാണ് നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ സഹായം ചെയ്തിരിക്കുന്നത്.
അതെ ആര്യ ചേച്ചി, 11,000-ൽ പരം കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് ലൈഫ് പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. സത്യം പറഞ്ഞ അതിദരിദ്രർ ഇല്ലാത്ത കേരളം എന്ന് പറയുന്നത് ഒരു ചരിത്ര നേട്ടം തന്നെയാണ്. അതെ അതെ കുട്ടൻചേട്ടാ, ഇപ്പൊ ജോജിക്കും നിശ്ചലും നന്ദിനിക്കൊക്കെ ഈ കാലത്ത് സുഖമായിട്ട് ജീവിക്കായിരുന്നു അല്ലേ? ആര്യ ചേച്ചി, ഓ നമ്മളൊരു ഗുഡ് ഹാബിറ്റ് പറയാൻ പോവാണ്. ബ്രഷ് ബിഫോർ ബെഡ്. യെസ്. ടോപ്പ് സിംഗറിലെ നമ്മുടെ ഇന്നത്തെ പാട്ടുകളൊക്കെ കേട്ട് പ്രേക്ഷകരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് നമുക്കറിയാം. കാരണം ഒരുപാട് നല്ല നല്ല പാട്ടുകൾ കേട്ടു, ഒത്തിരി വർത്താനങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്ന് തൽക്കാലത്തേക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നാളെ നമ്മൾ ഇതേ സമയം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.